നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിക്കമംഗളൂരു ബുധൻഗിരി മലയിൽ വിനോദസഞ്ചാരത്തിനിടെ കാണാതായ മലയാളി പെൺകുട്ടി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് മൃതദേഹം പുറത്തെത്തിക്കാൻ ശ്രമിക്കുകയാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിനോട് ചേർന്നുള്ള ചെങ്കുത്തായ മേഖലയിൽ വെച്ചാണ് കുട്ടിയെ കാണാതായത്. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശ് രോഹിണി ദമ്പതികളുടെ മകളാണ് ശ്രീനന്ദ. ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 സംഭവം. സ്വന്തം കുടുംബാംഗങ്ങൾ അടങ്ങുന്ന 40 അംഗ സംഘത്തിനൊപ്പമായിരുന്നു പെൺകുട്ടി ബുധൻഗിരി മലയിലെത്തിയത്. പെൺകുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം ചിക്കമംഗളൂരു നോർത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 കുടുംബാംഗങ്ങളെല്ലാം പല വഴിക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് ശ്രീനന്ദയെ കാണാതായത്. മലയുടെ അല്പം താഴെയുള്ള ഭാഗത്താണ് കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നത്. മുകളിൽ ഇവരുടെ വാഹനങ്ങൾ നിർത്തിയിട്ട ഭാഗത്തേക്ക് ശ്രീനന്ദ കയറിപ്പോകുന്നത് കണ്ടവരുണ്ട്. എന്നാൽ കഷ്ടിച്ച് 4 മിനിറ്റ് കഴിഞ്ഞ് മറ്റുള്ളവർ അവിടെ എത്തുമ്പോഴേക്ക് ശ്രീനന്ദ അവിടെ ഉണ്ടായിരുന്നില്ല. കയറുന്നതിനിടെ വഴിതെറ്റി സമീപത്തെ കാട്ടിൽ അകപ്പെട്ടു പോയതാകാമെന്ന് കരുതിയാണ് തുടക്കത്തിൽ തെരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുന്നിന്റെ 300 അടി താഴ്ചയിൽ വരെ തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. സമീപത്തുള്ള മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്തും പരിശോധന നടത്തിയിരുന്നു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ദുരന്ത നിവാരണ സേന, വനംവകുപ്പ്, പോലീസ്, അഗ്നിരക്ഷാസേന എന്നിവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. പ്രതിയുടെ സിനിമയിലുള്ളവരാണ് പ്രധാന സാക്ഷികൾ. ഇവരെ പ്രതി സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ സാക്ഷികളെ സ്വാധീനിക്കില്ലെന്നും സാക്ഷികളുടെ പരിധിയിൽ പ്രവേശിക്കില്ലെന്നും രഞ്ജിത്ത് കോടതിയിൽ അറിയിച്ചു. താൻ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകുമെന്നും രഞ്ജിത്ത് കോടതിയെ അറിയിക്കുകയായിരുന്നു. ജനുവരി 9 ഫോർട്ട് കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. കൂടുതൽ പ്രാധാന്യമുള്ള റോള് നൽകാമെന്ന് പറഞ്ഞ് ക്യാരവാനിലേക്ക് വിളിച്ചു വരുത്തി രഞ്ജിത്ത് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് നടിയുടെ പരാതി. തെരഞ്ഞെടുപ്പ് ദിവസം കണ്ണൂർ മേഖലയിലുണ്ടായ സംഘർഷം തുടരുന്നു. ഇന്ന് പുലർച്ചെ പയ്യന്നൂരിലും മയ്യിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറി. മയ്യിൽ കോൺഗ്രസ് ഓഫീസ് തകർത്തു. പയ്യന്നൂരിൽ CPM പ്രവർത്തകന്റെ വീട് ആക്രമിച്ച അക്രമി സംഘം കാറ് തകർത്ത് തീയിടുകയും ചെയ്തു. അക്രമ സംഭവങ്ങളെ തുടർന്ന് മലപ്പട്ടം, മയ്യിൽ, പയ്യന്നൂർ മേഖലയിൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. മയ്യിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഒരു സംഘം അക്രമികൾ അടിച്ചു തകർത്തു. ഇന്ന് പുലർച്ചെയാണ് അക്രമം. ഓഫീസിന്റെ മുൻവശത്തെയും പിന്നിലെയും ജനൽ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്ത അക്രമികൾ മീറ്റിംഗ് ഹാളിലെ ഫർണിച്ചറുകളും 3 മേശയും 40ഓളം കസേരകളും അടിച്ചു തകർത്തിട്ടുണ്ട്. CPM ആണ് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇന്ന് വൈകുന്നേരം മയ്യിലിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 ജില്ലകളിലെ മുഴുവൻ സീറ്റുകളും UDF നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എറണാകുളം, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടായാൽ അത്ഭുതപ്പെടാനാകില്ല. 43 സീറ്റുകൾ UDFന് ലഭിക്കും. UDF ടാർഗറ്റ് ചെയ്ത് പ്രചാരണം നടത്തിയിരുന്നുവെന്ന് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ UDFന് അനുകൂലമായ തരംഗമുണ്ടായിരുന്നു. 5 ജില്ലകളായിരുന്നു UDFന്റെ ടാർഗറ്റ്. 30 വർഷത്തിനിടയിലെ മികച്ച പ്രവർത്തനമാണ് UDF നടത്തിയത്. UDFിൽ നിന്നും 2005 വിട്ടുപോയവർ വരെ തിരികെ എത്തി. സർക്കാരിന്റെ പണമാണ് തെരഞ്ഞെടുപ്പിന് LDF ഉപയോഗിച്ചത്. മറ്റൊരു സംസ്ഥാനത്തും ഇതില്ല. സർക്കാരിനെതിരായ വികാരം വോട്ടായി പ്രതിഫലിക്കുമെന്നും സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഭരണ തുടർച്ചയ്ക്കുള്ള ജനവിധിയായിരിക്കും ഇത്തവണത്തേതെന്നും അദ്ദേഹം പറഞ്ഞു. UDF വ്യാപകമായി കളവ് പ്രചരിപ്പിക്കുകയും LDF സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്തു. തെറ്റിദ്ധാരണ പരത്താൻ UDF ശ്രമിച്ചു. LDF സംസ്ഥാനത്ത് വലിയ വികസനമാണ് നടപ്പിലാക്കിയതെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. ക്രൈസ്തവ സഭകൾക്കും ദീപിക പത്രത്തിനുമെതിരെ വിമർശനവുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും നിർവാഹക സമിതി അംഗം PC ജോർജും രംഗത്ത്. FCRA വിഷയത്തിൽ ക്രൈസ്തവ സഭ പങ്കുവച്ച ആശങ്കകളാണ് ഇരുവരെയും പ്രകോപിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA ബില്ലിൽ ഉൾപ്പെട്ട സ്വത്ത് പിടിച്ചെടുക്കുന്നത് പോലുള്ള വകുപ്പുകളിലുള്ള ആശങ്ക CBCയെയും KCBCയും പങ്കുവച്ചിരുന്നു. ഇക്കാര്യം സഭ കേന്ദ്രമന്ത്രിമാരെ അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാർ ബില്ലിന്മേലുള്ള ചർച്ച മാറ്റിവെച്ചിരുന്നു. സഭയുടെ ആശങ്ക പരിഗണിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തുടർന്ന് കഴിഞ്ഞ ദിവസം CBCI പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസാരിച്ചു. ബില്ല് സംബന്ധിച്ച സഭയുടെ ആശങ്കകൾ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ക്രൈസ്തവ സഭകൾക്കും ദീപിക പത്രത്തിനുമെതിരെ വിമർശനവുമായി ഷോൺ ജോർജും PC ജോർജും രംഗത്ത് വന്നത്. FCRA ബിൽ മാറ്റിവെച്ചത് തങ്ങളുടെ സമ്മർദ്ദപ്രകാരമാണെന്നും സഭയ്ക്ക് വേണ്ടെങ്കിൽ സഭയെയും വേണ്ടെന്ന് വെക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. PC ജോർജ് സഭാധ്യക്ഷന്മാർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങളും നടത്തി. കൈക്കൂലി കേസിൽ ഉൾപ്പെട്ട ജസ്റ്റിസ് യശ്വന്ത് വർമ്മ രാജിവെച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി കൊളീജിയം അദ്ദേഹത്തോട് രാജിവെക്കാൻ നിർദ്ദേശിച്ചിരുന്നു. സ്വമേധയാ രാജി സമർപ്പിക്കാൻ തയ്യാറാകാത്ത യശ്വന്ത് വർമ്മയെ ഡൽഹിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. പിന്നീട് പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടികൾ നടക്കുന്നതിനിടെയാണ് രാജി. 2025 മാർച്ച് മാസത്തിൽ ഹോളി ദിനത്തിൽ യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ
15 കോടി രൂപ കണ്ടെത്തിയതാണ് സംഭവങ്ങൾക്ക് ആധാരം. തീപിടുത്തത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ നോട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ നൽകിയ റിപ്പോർട്ടും പണം കണ്ടെത്തിയ മുറിയിലെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോയും ചീഫ് ജസ്റ്റിസ് പരസ്യപ്പെടുത്തിയിരുന്നു. അഴിമതി ആരോപണം ശക്തമായതിനെ തുടർന്ന് ജസ്റ്റിസ് വർമ്മയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് 100-ലധികം ലോക്സഭാ അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ ഉയർന്ന പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് അങ്ങോട്ട് ആവശ്യപ്പെടില്ല. ലീഗ് മുന്നണിയെ പ്രതിസന്ധിയിലാക്കില്ല. പ്രശ്നങ്ങളില്ലാതെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം. കോൺഗ്രസിന് എല്ലാ പിന്തുണയും ലീഗ് നൽകി. 100-ന് മുകളിൽ സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. കണക്കുകൂട്ടി തന്നെയാണിത് പറയുന്നത്. UDF ആത്മവിശ്വാസത്തിലാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നു. ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 14,025 രൂപയിലും പവന് 1,12,200 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 60 രൂപ ഉയർന്ന് 11,525 രൂപയിലെത്തി. 14 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 8,975 രൂപയും 9 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 35 രൂപ ഉയർന്ന് 5,790 രൂപയുമാണ്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.